ആർക്കും എളുപ്പത്തിൽ LED ട്യൂബ് ലൈറ്റ് റിപ്പയർ ചെയ്ത് ഡ്രൈവർ മാറ്റിയോ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു ഡ്രൈവർ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലത്തെ LED ട്യൂബ് ഒരുപാട് വേസ്റ്റിൽ എറിഞ്ഞു കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ശരിയാക്കാൻ പറ്റുന്നതാണ് ഇത്. ഈ ട്യൂബൊന്ന് നമ്മൾ ആദ്യം ഓണാക്കി നോക്കാം. കത്തുന്നില്ല. ഇതിനെ ഒന്ന് അയച്ചു നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ വയർ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഏത് ഭാഗത്തേക്കാണ് ഈ വയർ പോയത് ആ ഭാഗത്തായിരിക്കും നമ്മുടെ ഡ്രൈവർ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്തിലുള്ള ട്യൂബിൻ്റെ എൻഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് അയച്ചെടുക്കാൻ പറ്റും. ഇനി ഈ വയർ ലൂസ് കൊടുക്കണം. ലൂസ് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും. ലൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് വലിച്ചുകൊണ്ട് വരണം LED. ഇതിൻ്റെ ഡ്രൈവറിൽ റെസിസ്റ്റൻസ് കത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് LED ലൈറ്റിന് ഒന്നും സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊരു AC സപ്ലൈനെ DC ആക്കി കൺവെർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്രൈവറാണ്. ഇതിൻ്റെ DC സപ്ലൈ ആണ് നമ്മുടെ LED-യിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേറൊരു ഡ്രൈവർ ഇതിനെ വെച്ച് കത്തിച്ച് നോക്കാം. അതുകൊണ്ട് നമ്മുടെ പഴയ ബോർഡിൽ നിന്ന് LED-ൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യാം. ഓക്കെ, കത്തിയിട്ടുണ്ട്. ഈ ഡ്രൈവർ നമ്മുടെ ആമസോണിൽ LED ട്യൂബ് ലൈറ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത ഉടനെ നമുക്ക് കിട്ടും. ഒരു 100 രൂപയ്ക്കൊക്കെ കിട്ടും. ജസ്റ്റ് ഒന്നിങ്ങനെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ AC-യും DC-യും ഒക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ട്യൂബ് ലൈറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ട്യൂബ് ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലഗ് ചെയ്ത് നോക്കാം. ഓക്കെ, കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും ഇങ്ങനത്തെ ട്യൂബ് ലൈറ്റ് വലിച്ചെറിയരുത്. ഒരു ഡ്രൈവർ പർച്ചേസ് ചെയ്ത് എടുക്കുക, സോൾഡർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു.